വിമാനം താഴ്ന്നു വന്ന് ഈ കെട്ടിടത്തിന്റെ മുകളിലേക്ക് പതിച്ചു എന്നതാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത്. കെട്ടിടത്തിന്റെ മുകളിലേക്ക് പതിച്ച് പിന്നീട് ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടായെന്നതാണ് ചില ദൃക്സാക്ഷികൾ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. പല മേഖലയിൽ നിന്നുള്ളവർ ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. എന്തായാലും ജനങ്ങളെ പരമാവധി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വിവിധയിടങ്ങളിൽ ഇവിടെ നിന്ന് പരിസരവാസികൾ മാത്രമല്ല ദൂരെ ഇടങ്ങളിൽ നിന്ന് വരെ ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരെ നിയന്ത്രിക്കാൻ കൂടുതൽ പോലീസുകളെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെയുള്ള ദൃക്സാക്ഷികൾ പറയുന്ന പ്രകാരം വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നു. പിന്നാലെ ഈ കെട്ടിടം ഹോസ്റ്റലിന്റെ കെട്ടിടത്തിന്റെ മുകളിലേക്ക് ഇടിച്ചിറങ്ങി പെട്ടെന്ന് തന്നെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയാണ്. ഈ പൊട്ടിത്തെറിയിൽ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ സമീപ പ്രദേശങ്ങളിലേക്ക് പതിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന കെട്ടിടങ്ങളിലേക്കെല്ലാം വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ വന്ന് പതിച്ചിട്ടുണ്ട്. എന്തായാലും ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ കാരണം എത്രത്തോളം ആഘാതം അത് സൃഷ്ടിച്ചു എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പൂർണ്ണമായും കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. ഇത് ഈ വിമാനം പതിച്ചു എന്ന് പറയുന്ന ഹോസ്റ്റലിൽ നിന്ന് ഏകദേശം 100 മീറ്റർ ഇപ്പുറമാണ് ഈ കെട്ടിടം നിലനിൽക്കുന്നത്. അപ്പോൾ എത്രത്തോളം ആഘാതം ഇതിൽ ഉണ്ടാക്കിയെന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഈ കെട്ടിടത്തിന് മുകളിൽ പതിച്ച് അതിന് പിന്നാലെ ഒരു പൊട്ടിത്തെറി എന്നതാണ് ദൃക്സാക്ഷികൾ നമ്മളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കൃത്യമായ അന്വേഷണം, കാരണം വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറുകൾ അടക്കം ഈ ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറിയിരിക്കുന്ന നിലയിൽ നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നു. വിമാനത്തിന്റെ പകുതിയോളം ഇപ്പോഴും ഈ ഹോസ്റ്റലിൽ കുടുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്തുകൊണ്ട് ലാൻഡിംഗ് ഗിയറുകൾ അടക്കം കൃത്യമായി വിമാനം ടേക്ക് ഓഫ് ചെയ്തപ്പോൾ ഉള്ളിലേക്ക് പോയില്ല, അതടക്കമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിലെല്ലാം കൃത്യമായ മറുപടി നൽകേണ്ടതാണ്. ബ്ലാക്ക് ബോക്സിന് വേണ്ടിയുള്ള തിരച്ചിൽ അല്പസമയം മുമ്പും ഇവിടെ പുരോഗമിച്ചിട്ടുണ്ട്. അത് കണ്ടെത്തി എന്നുള്ള കാര്യത്തിലും അല്പസമയത്തിനകം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും DGC അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം ലഭിക്കും. എയർ ഇന്ത്യ ഉദ്യോഗസ്ഥരും ഇവിടെ എത്തി പരിശോധനകൾക്ക് നേതൃത്വം നൽകുകയാണ്. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച വിമാന കമ്പനി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. കൃത്യമായ നടപടി എല്ലാവർക്കുമെതിരെ എടുക്കുമെന്ന് തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി ഇങ്ങോട്ട് എത്തുകയാണ്. അദ്ദേഹം ഈ സംഭവ സ്ഥലവും അതുപോലെ തന്നെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെ സന്ദർശിക്കുമെന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ആശങ്കയുണ്ടാക്കുന്ന രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന അപകടം തന്നെ ഇപ്പോൾ ഗുജറാത്തിൽ നടന്നിരിക്കുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു വിമാനം ഗുജറാത്ത് വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് പോകുന്ന ദൃശ്യമാണ്. ഇതേപോലെ